ഇളം പ്രായത്തിൽ കൊഴിഞ്ഞു പോകുന്ന ഇതളുകൾ, കരളു പകുത്തു തരാൻ വയ്യന്റെ കാലമേ, കൊണ്ടുപോയി ലഹരിയൻ ജീവിതത്തിൻ പാതിയും. പോയ കാലത്തെ വിലാപങ്ങളല്ല, ഹിംസാത്മകമായ വർത്തമാന ദുരന്തങ്ങളിലേക്ക് പാഞ്ഞെടുക്കുന്ന ഇന്നിന്റെ യാഥാർത്ഥ്യമാണ് ലഹരി തേടിപ്പോകുന്ന കൗമാര യൗവനങ്ങൾ. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന മാരക വിപത്ത് ഒരു തലമുറയെയാടെ കാർന്നു തിന്നുകയാണ്. കടമയും കടപ്പാടും മറന്ന സ്വന്തം ബന്ധങ്ങളെ തിരിച്ചറിയാനാവാതെ നാടും വീടും വിട്ട് ലഹരിയിൽ കൂടുകൂട്ടുന്ന യുവത്വം, പെറ്റ വയറിനെ കടാരക്കിരയാക്കുന്ന കെട്ടകാലം, ജന്മം നൽകിയ പിതാവിനെ ഒറ്റവെട്ടിന് തീർക്കുന്ന ഗതികെട്ട കാലം, കോലം കെട്ടി കൊഞ്ഞനം കുത്തി കളിക്കുന്ന ഗതികെട്ട കാലത്ത് ഭീതി നിറഞ്ഞ വർത്തമാന സാഹചര്യം നമ്മളെ അലോസരപ്പെടുത്തുന്നുവെങ്കിൽ പിടിച്ചു കെട്ടിയേ മതിയാവും. മയക്കുമരുന്നെന്ന മാരക വിപത്തിനെ ചെറുത്തുനിന്നേ മതിയാവും. ലഹരിയിൽ മുങ്ങുന്ന കൗമാര യൗവനങ്ങളോട് നമുക്കൊന്നായി പറയാം, അരുത്. ചിത്രീകരണം: എരിഞ്ഞു തീരുന്ന ജീവിതം. എടി സൈനബി, നേരപ്പത്തായി ഞമ്മളെ ശുക്കൂറ് തരെ വന്നില്ലല്ലോ. ഓന്തിപ്പ എവിടെ പോയി കിടക്കുക? ഓനെപ്പറ്റി നിങ്ങൾക്ക് എന്തോ വിചാരണ്ടോ? ഇന്നിപ്പോ 11 മണിയായിട്ടും ഓൻ വന്നില്ല. ഇന്നലെ ഓൻ വന്നത് 12 മണിക്കാ. ഞാൻ വാതിൽ തുറന്നു കൊടുക്കണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ എന്തെങ്കിലും ഏജാതിയോ മറ്റോ കടിച്ചാ അതും ഞമ്മക്കെന്നല്ലേ പണി. ഓൻ പറഞ്ഞത് ഏതോ ഒരു ചെങ്ങായിന്റെ പുരയിൽ പോയതായിരുന്ന. എനിക്കോ എന്റെ ചെങ്ങായിമാരൊന്നും അത്ര പിടിക്കണില്ല. ഇന്നാളിഞ്ഞ് കണ്ടില്ലേ, ഓന്റെ ചെങ്ങായിയാന്നും പറഞ്ഞ ഒരു ചെറിയ ഓന്റെ കൂടെ ഇവിടെ വന്നത്. ഓന്റെ തലയും മുടിയും കണ്ടാ മതി ഇബിലീസിന്റെ കോല. എനിക്കോ ഓന്റെ ഈ ചെങ്ങായിത്തരൊന്നും അത്ര പിടിക്കണില്ല. ഞാൻ ലൈറ്റ് ഓഫ് ആയി കിടക്കാൻ പോവാ. മനസ്സെന്ന് രാവിലെ 5 മണിക്ക് അടുക്കളയ്ക്ക് ഇറങ്ങിയതാ. ഇത് വരെ ആയിട്ടൊന്നും ഊരെ ചായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും മക്കളറിയണ്ടല്ലോ. ഓൽക്ക് ചോറിന് ചോറ്, ചായക്ക് ചായ, ഡ്രസ്സിന് ഡ്രസ്സ്, പൈസക്ക് പൈസ. എന്താ ഒരു സുഖം. എന്നാലും ശുക്കൂറെ, ഇതൊക്കെ വല്ലാത്തൊരു കോളന്നെ. ഈ ലൈറ്റ് എടുത്തി കിടക്കാൻ നോക്ക്. ഓൻ വരുമ്പോ എണീറ്റ് വാതില് തുറന്നെടുക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് കൽപ്പിച്ചാ മതി. ബാക്കിയുള്ളവരുടെ ഇടങ്ങേറ് നിങ്ങൾക്കറിയോ? ഓ നട്ടപ്പാക്ക് കേറി വരുമ്പോ വാതില് തുറന്നെടുക്കാൻ ഞാൻ തന്നെ വേണം. നിങ്ങൾക്ക് അന്നേരം കൂർക്കം വലിച്ചുറങ്ങിയാ മതി. സൈനബി, നേരം വെളുക്കുമ്പോ എണീറ്റ് പണിക്ക് പോണ്ടേ? ഈ പൊരിഞ്ഞ വെയിലത്ത് കൈക്കോട്ട് കൊത്തിയിട്ട് വേണ്ടേ 5-6 എണ്ണത്തിന്റെ പള്ള കയ്യാൻ? അയിന് ഈ കാതർ എന്നെ പോണ്ടേ? ഓ, നിങ്ങൾക്ക് തന്നെ അല്ലല്ലോ ഈ നേരവും തീയതിയും ഒക്കെ. ഓൻ വരുമ്പോ വരട്ടെ. ഞാൻ ലൈറ്റ് ഓഫ് ആയി കിടക്കുക. എടാ അച്ചോ, ഇന്നലെ വന്ന ആ 2 പിള്ളേരില്ലേ? ഏത് പിള്ളേരളിയാ? ആ സൈക്കിളീമ വന്ന 2 പിള്ളേര്, ആ കറുത്ത കുപ്പായിട്ടെ. ഓ, മനസ്സിലായി. ഓലൊന്ന് നേരത്തെ എത്തൂട്ടാ. ഇന്നലെ നമ്മള് കൊടുത്ത സാധനം അജാതിയല്ലേ. ഒറ്റ പുക പോരെ സ്വർഗത്തിൽ നേരിട്ടെത്തും. അല്ലേലും ഞമ്മള് സാധനം കൊടുത്ത ആരാ ഞമ്മളെ ബലയിൽ വിഗാത്ത്? അജാതി മുതലല്ലേ കൊടുത്തത്. ഓ, എത്തിപ്പോയി. ഓലെന്നല്ല പറഞ്ഞത്. ആ ഓലെന്നെയാ. കായലരികത്ത് വലയെറിഞ്ഞപ്പ ഇന്ന് നേരത്തെ എത്തിയല്ലോ. ബരീൻ മക്കളെ ബരീൻ. സ്വർഗലോകത്തേക്ക് മന്ദം മന്ദം കടന്നു വരൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സാധനം? സൂപ്പർ. സത്യം പറയാലോ ചേട്ടാ, സ്വർഗത്തിലെത്തിയ മാതിരി. എന്താ ഒരു സുഖം ചേട്ടാ, ഒന്നും പറയാനില്ല. അടിപൊളി. ഹാ,
സ്വർഗത്തിലേക്കങ്ങ് പറക്കല്ലേ. എന്നാലേ ഇന്ന് അങ്ങനെ ഫ്രീ തരാൻ കഴിയൂല. ഇന്നലെ പിന്നെ ഒരു ഉദ്ഘാടന ഓഫർ. ഇന്ന് സാധനം വേണമെങ്കിൽ പൈസ വേണം. അങ്ങനെ പറയരുത് ചേട്ടാ, ഇന്നും കൂടി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം. നാളെ ഞങ്ങൾ എവിടെന്നെങ്കിലും കാശൊപ്പിച്ചോളാം. ഇതില്ലാണ്ട് ഞങ്ങൾക്ക് നിക്കാൻ പറ്റൂല. ഇതേ അങ്ങനെ ഫ്രീ ആയി കൊടുക്കാൻ പറ്റിയ മുതലല്ല. എത്ര എണ്ണത്തിന്റെ കണ്ണ് വെട്ടിച്ച ഇങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതെന്നറിയോ? അതോണ്ടേ കാശില്ലാതെ സംഗതി നടക്കൂല. അങ്ങനെ പറയരുത് ചേട്ടാ, ഇന്നും കൂടി ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നാളെ ഞമ്മള് എവിടുന്നെങ്കിലും കാശൊപ്പിച്ചോളാം. പ്ലീസ് ചേട്ടാ, പ്ലീസ്. ഇന്നൊരു ദിവസം കൂടിയല്ലേ, കൊടുത്തേക്ക്. നാളെ അവന്മാർ കാശുമായിട്ട് ബെട്ടേ. പിന്നെ ഓഫർ ഇന്നത്തോട് തീർന്നു. ഇനി ഓഫർ ഇല്ല. നാളെ ഇങ്ങനെ വന്നാലേ വന്ന പോലെ പോണ്ടി വരും. ഇല്ല ചേട്ടാ, നാളെ നമ്മൾ റെഡി. ഓക്കെ, ഗുഡ് ബൈ. ഇവന്മാർ രണ്ടും റെഡി. എവിടെന്നെങ്കിലും കട്ടോ പിടിച്ചോ നാളെ കാശുമായിട്ട് വരും. ഓൽക്ക് രണ്ടാക്കും അത്രക്ക് ക്ലിക്കായിക്കണ്. ഒന്നാം ദിവസം തന്നെ ഞാൻ ഉറപ്പിച്ചതാ, ഒറ്റ പുക മതിന്ന് ഇവന്മാരൊക്കെ വീഴാൻ. ഹ ഹ ഹ. ഏതായാലും ഇന്ന് അടുത്ത എരുക്ക് വേണ്ടി കാത്തിരിക്ക ല്ലേ? ശരി അളിയാ. നിങ്ങൾ കണ്ടീനോ എന്റെ പൈസ? ഫീസ് അടിക്കാൻ വേണ്ടി ചെറിയാക്ക തന്ന പൈസ ഞാൻ ഈ ബാഗിൽ വെച്ചീനു. എന്റെ പൈസ മോളെ, ഈ നല്ലോണം ആ ബാഗില് നോക്ക്, ഏടെ ഉണ്ടാവും. ഇല്ല അമ്മ, ഞാൻ ഈ കണക്ക് പുസ്തകത്തിൽ വെച്ചീനു. എന്റെ പൈസ ഈ നിലയും വെളിയും കൂട്ടിയിട്ട് കാര്യണ്ടോ? എവിടുന്നാന്ന് വെച്ചാ നമ്മൾ തെരഞ്ഞു നോക്കുക. ശുക്കൂറെ, ഈ കണ്ടീനോ ഫസീലാന്റെ പൈസ? ഓള് ഈ ബാഗില് വെച്ചതാ. ചെറിയാക്ക് ഫീസ് അടിക്കാൻ കൊടുത്ത പൈസയാ. ഉമ്മയും മോളും കൂടി ഇപ്പൊ എന്റെ നേർക്കാ. ഇന്നലപ്പോ അടുത്ത് തുടങ്ങിയ ഏർപ്പാടാ. ഇവിടെ എന്ത് കാണാണ്ടായാലും അതൊക്കെ ശുക്കൂറാ ശുക്കൂറാ. ഞാൻ എടുത്തീനടി. വേണ്ടാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ആ കണ്ടാൻ പറ്റും ഞാൻ. ഈ അറിയാണ്ടൊന്ന് എടുത്തിനോന്നല്ല ചോദിച്ചുള്ളൂ. അതിന് ഈ പൊര പൊളിച്ച് പന്തലിടണോ? പന്തലിടേണ്ടി വന്ന പന്തലിടൂ. താർപ്പായിന്റെ പന്തല് ശരിക്കും മനസ്സിലായിക്കോളി. ആ ഞാനിനി എങ്ങനെ സ്കൂളിലേക്ക് പോകും? നാളെ ആ ഫീസ് അടിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നാളെയും കൂടെ ഫീസ് അടിച്ചില്ലേ നോട്ടീസ് ബോർഡിൽ പേരെഴുതുന്ന ടീച്ചർ പറഞ്ഞേ. സാരല്ല മോളെ, ഇപ്പൊ എന്തെങ്കിലും ഒരു വഴി കാണും. ഊരവേദനായിട്ട് ഒരാഴ്ചയായില്ലേ പണിക്ക് പോയിട്ട്. ഇന്നിപ്പൊ അപ്പൂട്ടി വൈദ്യരുടെ അടുത്തേക്ക് പോയതാ. ആ മനുഷ്യൻ നയിച്ചിട്ട് വേണ്ടേ ഈ പൊര കയ്യാൻ. മോള് കരയണ്ട, എന്തെങ്കിലും ഒരു വഴി പടച്ചോൻ കാണിച്ചു തരും. ചായ എടുത്ത് വെച്ചിക്കുന്ന്, മോൾ അത് പോയി കുടിക്ക്. അച്ചു, എവിടെ പോയി നമ്മളെ ആ ചെങ്ങായിമാര്? ഇന്നേരാവുമ്പോൾക്ക് വന്നീനല്ലോ. വരും, വരാതിരിക്കൂല. അച്ചാതി സാധനല്ലേ ഇന്നലെ ചാമ്പ്യതേ. പിന്നെ എന്താ അച്ഛാ, ഇന്ന് പൈസ അല്ലാണ്ട് വരാൻ പറ്റൂലോ. അതാ എത്തിപ്പോയി.
ഇവന്മാരേതാ മുതല്? രണ്ടെണ്ണം നല്ല ടീമാ. എന്താ കാശുണ്ടോ? അല്ലെങ്കിൽ ഇന്നലത്തെ മാതിരി തന്നെ ഓഫർ അടിക്കാൻ പറഞ്ഞതാ? കാശുണ്ടായിട്ടല്ല ചേട്ടാ, ഒരു നയാ പൈസയും കയ്യിലില്ല. എന്റെ അടുത്തുമില്ല, ഓന്റെ അടുത്തുമില്ല. എന്റെ പെങ്ങള് ഫീസ് അടക്കാൻ വെച്ച പൈസ ഓള് കാണാണ്ട് ബാഗീന്ന് പൊക്കിയതാ. ഓളുണ്ടാ അവിടുന്ന് കരച്ചിലും ബീച്ചിലും ആയിട്ട് ബേടം വെക്കണ്. ഇന്നിപ്പോ പൈസ അല്ലാണ്ട് വന്നാ നിങ്ങള് സാധനം തരൂലാന്ന് വിചാരിച്ചിട്ടാ. കൈകൊടി. ഇങ്ങനെയൊക്കെ തന്നെയാ പൈസ ഉണ്ടാക്കല്. പൈസ ഞമ്മളെ തേടി ഇങ്ങോട്ട് വരൂല, നമ്മൾ പൈസനെ തേടി അങ്ങോട്ട് പോകണം. നാളെ ഇപ്പോ ഇതിലും വലിയ കടുങ്കായി ചെയ്യേണ്ടി വരും. എന്നാൽ എന്താടാ, ജീവിതം എന്ന് പറഞ്ഞാ ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിക്കടാ. സംഗതിയൊക്കെ ശരിയാ ചേട്ടാ, ബാപ്പന്റെ കാര്യം ആലോചിക്കുമ്പോളാ. ബാപ്പനെ ഉമ്മനെ ഒക്കെ നോക്കി നിന്നാ നമ്മളെ കാര്യം നടക്കൂല. ജീവിതം ആസ്വദിക്കണെങ്കിലേ ഇങ്ങനെയൊക്കെ വേണ്ടി വരും. ശരിയാ ചേട്ടാ, നമ്മക്കിനിപ്പൊ ഇതില്ലാണ്ട് നിക്കാൻ പറ്റൂല. അതിനിപ്പോ ഉമ്മനോടും ബാപ്പനോടും പൈസ ചോദിച്ചാ ഓല തരുവോ? പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാ സാധനം, കൊണ്ടുപോയി അടിക്ക്. അടിച്ചടിച്ച് സ്വർഗത്തിലേക്ക് പറക്ക്. അല്ല ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്പടെ ഇയാളേതാ? അയാളോ? അയാളല്ലേ നമ്മുടെ ആദ്യത്തെ ഇര. ഇപ്പോൾ പൂർണമായും സ്വർഗത്തിലെത്തിയ ആൾ. സൈനബി, ഈ ആ തോർത്തും കൊണ്ടൊന്ന് ഇങ്ങെടുക്ക്. വല്ലാത്തൊരു ചൂട് തന്നെ. മേലൊക്കൊന്ന് നനച്ച് തുടച്ചു നോക്കട്ടെ. അല്ല, നിങ്ങൾ ഇന്നലെ വൈദ്യരെടുത്ത് പോയിട്ട് എന്താ പറഞ്ഞത്? ഒന്നും പറയണ്ട സൈനബി, മൂപ്പര് മരുന്നും ഗുളികയും എല്ലാം കൂടി 800 ഉറുപ്പ്യന്റെ മരുന്നാ എഴുതിയത്. ഞാനെല്ലാം കൂടി ഇന്റെ അടുത്തുള്ളത് നുള്ളിപ്പെറുക്കി 500 ഉറുപ്പ്യ ഒപ്പിച്ച് കൊടുത്ത് ബാക്കി ഇനി വരുമ്പോ തരാന്ന് പറഞ്ഞതാ. ഒരാഴ്ചയിലെ ഇപ്പം പണി മുടങ്ങിയിട്ട്. കിട്ടണ പൈസ ഒക്കെ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും കൊടുക്കാനേ തികയൂ. സൂക്കേട് വന്നാ ഇപ്പൊ എന്താ ചെയ്യാ? വിറ്റോ പെറുക്കിയോ ചികിത്സിക്കന്നെ. അല്ല, ഞമ്മളെ ശുക്കൂറുന്നയാൾ പോയതാ. ഓ ഇന്നലെ രാത്രി ഇവിടുന്ന് ഇറങ്ങിയതാ. ചെങ്ങായി വിളിക്കണ്ടെന്ന് പറഞ്ഞ് രാവിലെ വരൂന്ന് പറഞ്ഞാ പോയത്. ഞാൻ പിന്നെ പോണോന്നോ പോണ്ടാന്നോ ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാ ഓ എന്റെ മെക്കിട്ട് കേറും. നേരം വെളുത്ത് സമയം എത്രയായി? ഓനിപ്പോഴും ചെങ്ങായിമാരാടെ കുത്തിരിക്കുക. ഒരു ജീപ്പിന്റെ ഒച്ച കേക്കുണ്ടല്ലോ, അതാ അമ്പടെ നിർത്തിക്കണ്. പോലീസ് ജീപ്പാണല്ലോ പടച്ചോനെ. ഇതാണോ കാദർ എന്നാളുടെ പൊര? അതെ സാറേ. നിങ്ങളാണോ കാദറി? അതെ, ഞാനാ സാറേ. നിങ്ങൾ മോനാണോ ഷുക്കൂർ? അതെ, എന്റെ മോനാ സാറേ. സാറേ, മോനെന്തെങ്കിലും പറ്റിയോ? ഓരും ചെങ്ങന്മാരും കൂടി ഇന്നലെ ഒരു പണി ഒപ്പിച്ചിക്കണ്. എന്ത് പണിയാ സാറേ? ഇന്നലെ ബസ് ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചു. ഇപ്പൊ സ്റ്റേഷനിലുള്ളത്. മക്കളെങ്ങനെ കയറൂരി വിട്ടാലേ ഇതിലപ്പുറവും സംഭവിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യ സാറേ? എനിക്കാണെങ്കിൽ തീരെ സുഖവുമില്ല. സ്റ്റേഷനിൽ വന്നേ മതിയാകൂ. ജാമ്യം കിട്ടണമെങ്കിലേ കുറച്ച് കാശൊക്കെ ചെലവാകും. ഞങ്ങള് പോവാ, ഉടനെ വന്നോളി. സൈനബി,
ഈ കുറച്ച് വെള്ളം കൊണ്ടാ. എന്റെ റബ്ബേ, ഞാനെന്താ ഈ കേൾക്കണേ? എങ്ങനെ പോറ്റിയ മക്കളാ. നമ്മൾ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഒന്നും ഓലെ അറിയിക്കില്ല. എന്നാലും എന്റെ മോനെ, ഇന്നോട് ഇത് വേണ്ടായിനു. അല്ലാ റബ്ബേ, എന്തൊരു പരീക്ഷണാണ് റബ്ബേ. അല്ലാ, എന്റെ പഠിച്ചോനെ, ഒന്ന് വേഗം വരി. സലാമേ, കരീമേ, ഒന്ന് വേഗം വരി. എന്താ പറ്റിയത്? വേഗം വണ്ടി വിളിക്ക്. നാശം വിതറും ലഹരിക്കെതിരെ ദോഷം പകരും ലഹരിക്കെതിരെ. നാശം വിതറും ലഹരിക്കെതിരെ ദോഷം പകരും ലഹരിക്കെതിരെ. വീട് തകർക്കും ലഹരിക്കെതിരെ നാട് മുടിക്കും ലഹരിക്കെതിരെ. വീട് തകർക്കും ലഹരിക്കെതിരെ നാട് മുടിക്കും ലഹരിക്കെതിരെ. ഒത്തൊരുമിക്കുക സോദരരെ, ഒത്തൊരുമിക്കുക സോദരരെ, ഒന്നായി ചേരുക സോദരരെ, ഒന്നായി ചേരുക സോദരരെ, ഒത്തൊരുമിക്കുക സോദരരെ, ഒത്തൊരുമിക്കുക സോദരരെ, ഒന്നായി ചേരുക സോദരരെ, ഒന്നായി ചേരുക സോദരരെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സുന്ദരമായ കൊച്ചുഗ്രാമത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ലഹരി ഉപയോഗവും വിതരണവും നമ്മുടെ നാട്ടിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ധാരാളമായി ഇതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് ഈ ലഹരി കാരണം കണ്ണീർ കുടിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രാമത്തിൽ മനസ്സു തകർക്കുന്ന ഒരു സംഭവം നാം ആരും മറന്നിട്ടില്ല. കൂലിപ്പണിക്കാരനായ ഖാദർ സാഹിബിന്റെ മകനാണ് ഒരു മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായത്. ഈ ദുഃഖഭാരം താങ്ങാനാവാതെ ഖാദർ സാഹിബ് ഹൃദയം തകർന്ന് ആശുപത്രിയിലായി. ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ ഈ ഗ്രാമത്തിൽ ആവർത്തിക്കരുത്. അതിനായി നമ്മളെല്ലാം ഒന്നായി കൈകോർക്കണം. നാടും വീടും കുടുംബവും തകർന്ന ഈ ലഹരിക്കെതിരെ കൈകോർക്കാൻ ഞാനുണ്ടാവും. നിങ്ങളും ഉണ്ടാവില്ലേ? ഞങ്ങളും ഉണ്ടാവും.